ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്ലാസ് 2 മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. SCERT പുറത്തിറക്കിയ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2025. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. കംപ്ലീറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ആൻഡ് കളർ ഇറ്റ്. ഇവിടെ കളർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം പിക്ചർ എങ്ങനെ ബാക്കി ഫില്ല് ചെയ്ത് മീൻസ് വരച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് കഴിയുന്ന പോലെ ഞാനിവിടെ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം. വീട്ടിൽ നിങ്ങൾ ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇങ്ങനെ വരച്ചിട്ട് അവിടെ പിക്ചർ കംപ്ലീറ്റ് ആക്കി കൊടുക്കൂ. ഒരു ഹൗസിൻ്റെ പോലെ അതേപോലെ തന്നെ അവിടുത്തെ കോളംസ് വിട്ടിട്ട് വേണം ചെയ്യാൻ. മറ്റേ സൈഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഈ സൈഡിലും ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബി ക്വസ്റ്റ്യൻ കാണാം. ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് അവിടെ എഴുതി കൊടുക്കുക. റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നോക്കൂ, 2 ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത് ഷേപ്സ് ഇൻ കിച്ചണിൽ നിന്ന്. അപ്പോൾ മാത്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. കാരണം ഇത് സെപ്പറേറ്റ് ഒരു പേപ്പറാണ്. അതുകൊണ്ടാണ് എല്ലാവരും നന്നായിട്ടത് ചെയ്ത് നോക്കുക. ഇതുപോലെ കൂടുതൽ കഴിയുമെങ്കിൽ ഇതുപോലത്തെ പാറ്റേൺസ് വരച്ചിട്ട് ചെയ്യാൻ നോക്കുക. നമ്മുടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങളൊരു പേജിൽ ഇതേപോലെ പാറ്റേൺ വരയ്ക്കുക. അപ്പം ചെയ്ത് നോക്കുകയാണെങ്കിൽ മാത്സിൽ വേണ്ടത് റിപ്പീറ്റേഷനാണ്. അതുകൊണ്ടാണ്. നെക്സ്റ്റ് പറയുന്നത് ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. കംപ്ലീറ്റ് ദ മിസ്സിങ് കോളംസ് കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ, 10s 1s വെച്ച് എഴുതാനാണ്. ആദ്യത്തേത് 3 10s ഉണ്ട്, അത് പിന്നെ 4 1s 34 ആയി. ദെൻ നെക്സ്റ്റ് ഒരു 10s ഉള്ളൂ, 4 1s ആണ്, 14 ആയി. ദെൻ നെക്സ്റ്റ് 2 10s അവിടെ 1s കൊടുത്തിട്ടില്ല, 1s കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ ആൻസർ നോക്കിയാൽ നിങ്ങൾക്ക് 23 എന്ന് കാണാം. അപ്പോൾ 3 1s ആണ്. നെക്സ്റ്റ് 4 10s 4 1s 44. അപ്പോൾ 44 ആൻസർ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് 36 ഉണ്ട്. അപ്പോൾ 36 അവിടെ 6 1s കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര 10s വരും? 3 10s. ഇതിപ്പോൾ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കഴിയുന്നതും ഇതേപോലത്തെ വർക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക, എങ്കിൽ ഈസി ആവും. ദെൻ സ്മോളിൽ നിന്ന് ലാർജിലേക്ക് ആ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യാനും മറക്കല്ലേ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇവിടെ ഒരു ചെടിച്ചട്ടി കണ്ടിട്ടുണ്ടല്ലേ, ഫ്ലവർ പോട്ട്. അപ്പോൾ ഫ്ലവർ പോട്ടിലൊരു നമ്പറുണ്ട്, നിങ്ങൾക്ക് കാണാം ഇവിടെ ഒഴിഞ്ഞെടുക്കുന്നത്. ആ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ മക്കൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത് 10 + 10 + 2, 3 10ഉം ഒരു 2ഉം, 3 10s and 2 1s എന്താണ് 32 ആണ്. അപ്പോൾ 32 വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ഉള്ള എങ്ങനെയാണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക അതുപോലെ എഴുതുക. ഞാൻ ഇവിടെ എഴുതിയത് നിങ്ങൾ നോക്കുക. കഴിയുന്നതും പ്ലസ്സും മൈനസും ഒക്കെ മിക്സാക്കി എഴുതാൻ നോക്കുക. കുറേ ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊരു മൈനസ് വെച്ചിട്ടുണ്ട് ആൻഡ് 3 പ്ലസ്സും ആണ് വെച്ചത്. ഇനി മക്കൾക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പറയുന്നത് ലെറ്റ്സ് ഫൈൻഡ് റൈറ്റ് ദ മിസ്സിങ് നമ്പേഴ്സ്. ഇവിടെ കൗണ്ടിങ് ബാക്ക്വേർഡും കൗണ്ടിങ് ഫോർവേഡും ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ മിസ്സായിട്ടുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാം. ഫ്രണ്ടിൽ ബാക്കിൽ ആരാണെന്ന് ഏത് നമ്പറാണെന്ന് നോക്കിയിട്ട് എഴുതാനാണ്. നെക്സ്റ്റ് പറയുന്നതാണ് കൗണ്ടിങ് ഫോർവേഡും കൗണ്ടിങ് ബാക്ക്വേർഡും. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൗണ്ടിങ് ഫോർവേഡാണ്, രണ്ടാമത്തത് കൗണ്ടിങ് ബാക്ക്വേർഡാണ്. അപ്പോൾ എക്സാമ്പിൾസ് വെച്ച് ചെയ്യുക. ദെൻ അവിടെ മാച്ച് ചെയ്യാനും ഉണ്ട് ഷേപ്സ് വെച്ചിട്ട്, അതൊന്ന് ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് പറയുന്നത് ഹൂ ഈസ് നെക്സ്റ്റ്, ആരാണ് നെക്സ്റ്റ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നോക്കുമ്പോൾ മക്കൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാനിത് എങ്ങനെ ചെയ്ത് നോക്കേണ്ടതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ അവിടെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക റെക്റ്റാങ്കിൾ ഏതൊക്കെ സൈഡിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 3 റെക്റ്റാങ്കിളാണ് അവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 3 റെക്റ്റാങ്കിൾ ആദ്യം ആ ഭാഗത്ത് അവിടെ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇൻറ്റു മാർക്ക് ചെയ്യുക. അതിന് മുകളിൽ വന്നിട്ടുണ്ട്, വന്ന ഭാഗത്തൊക്കെ നമുക്ക് ഇൻറ്റു മാർക്ക് ചെയ്യാം, വരാത്ത ഭാഗത്ത് നമുക്ക് ടിക്കിട്ട് വെക്കാം. ദെൻ നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ കാണുന്നത് ഒരു സ്ക്വയർ ഉണ്ടല്ലേ. അപ്പോൾ എവിടെയൊക്കെ സ്ക്വയർ വന്നെന്ന് നോക്കാം. സ്ക്വയർ വന്നോടത്തിലൊക്കെ നിങ്ങൾക്ക് സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ക്വയർ വരാത്ത ഭാഗം ഏതാണെന്ന് കണ്ടുപിടിക്കുക. സ്ക്വയർ വരാത്ത ഭാഗം ഏതാണ്? താഴെയാണ് റെക്റ്റാങ്കിൾ വരുന്നത്. അപ്പോൾ ചെറിയ സ്ക്വയർ വരുന്ന ഭാഗം ഏതാണ്? മുകളിലാണ്. അപ്പോൾ ഇതേപോലത്തെ ആൻസർ ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് നോക്കി ഉണ്ടല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത് സർക്കിൾ ദ ഓഡ് വൺ കണ്ടുപിടിക്കാം, ഒറ്റയാനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഏതാണ്? ചോക്ലേറ്റ് ആണല്ലേ. ബാക്കിയെല്ലാം എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. ബാക്കി
ചോക്ലേറ്റിൻ്റെത് വേറെ ഷേപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, മനസ്സിലായല്ലോ. എല്ലാവർക്കും ഈസി ആവട്ടെ എക്സാം എല്ലാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്